الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرؤوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار صدق الله ആദരണീയരായ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കണമേ എന്ന് ഏവരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ വളരെ ഗൗരവത്തോടെയും അതേപോലെ തന്നെ ആവർത്തിച്ചും പരാമർശിച്ച പരലോകത്തുള്ള ഒരു രംഗത്തെപ്പറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് വചനങ്ങളിലൂടെ ഖുർആൻ അത് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നേതാക്കളും അനുയായികളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ നേതാക്കളും അനുയായികളും തമ്മിലുള്ള തർക്കം, അവർ തമ്മിലുള്ള വലിയ രൂപത്തിലുള്ള വാഗ്വാദങ്ങൾ നടക്കുന്നത്, അതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ഈ ലോകത്ത് ഈ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ഒക്കെ പിന്നാലെ നടന്ന് ജീവിച്ച് അവരെ കൂടെ തന്നെ സ്വർഗത്തിൽ കടക്കാം എന്ന് വിചാരിച്ച് ജീവിതം നയിച്ച് മരിച്ചുപോയ ആളുകൾ നാളെ പരലോകത്ത് ചെന്നിട്ട് ആ നേതാക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ നേതാക്കളെ അവർക്ക് ലഭ്യമല്ലാതിരിക്കുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതും അവരെ ആക്ഷേപിക്കുന്നതുമൊക്കെയാണ് വിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം തന്നെ ഒരുപാട് ആയത്തുകളിലൂടെ ഖുർആൻ നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ ബഖറയിലെ 166, 167. وقال الذين إذ تبرأ الذين اتبعوا من الذين اتبعوا. പിൻപറ്റപ്പെട്ടവർ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ദിവസം,
പിൻപറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ നേതാക്കൾ, അവർ ഒഴിഞ്ഞു മാറിപ്പോകും. മിനല്ലദീന തബഉ, അവർ പിൻപറ്റിയവരിൽ നിന്ന്, അതായത് അനുയായികളിൽ നിന്ന്. അപ്പൊ നേതാക്കൾ അനുയായികളെ കൈയൊഴിച്ച് അവര് ഒഴിവായി പോകുന്ന ദിവസം. വറഅഉൽ അദാബ്, അവരുടെ മുമ്പിൽ അതാ ശിക്ഷ ഇങ്ങനെ കാണുകയുമാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, എല്ലാ ബന്ധങ്ങളും മുറിക്കപ്പെട്ടിരിക്കുകയുമാണ്. എന്ന് പറഞ്ഞാൽ നേതാവും അനുയായിയും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാത്ത രൂപത്തിൽ, അവർ തമ്മിൽ ബന്ധപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലൊക്കെ ആയിത്തീരുകയാണ്. വഖാലല്ലദീന തബഉ, അപ്പൊ ഈ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കും, ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും, ഇനി ഒരു ചാൻസ് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മടക്കം ഞങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ, ഇന്ന് ഞങ്ങളെ അവർ ഏത് രൂപത്തിൽ കൈയൊഴിച്ചുവോ നേതാക്കൾ, ഞങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നോ അതേപോലെ ദുന്യാവിൽ ഞങ്ങൾ അവരെ ശ്രദ്ധിക്കാത്ത, അവരെ പിൻപറ്റാത്ത ഒരവസ്ഥ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അതൊരിക്കലും നടക്കുകയില്ല. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അവർക്ക് ഖേദമായിട്ട് പ്രയാസകരമായി അവർക്ക് മാറുകയാണ്. വമാഹും ബിഖാരിജീന മിനന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഒരു രക്ഷയും അവർക്ക് ഒരിക്കലും ലഭിക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും, അഥവാ ഇസ്ലാമിൽ പ്രമാണങ്ങളുണ്ടല്ലോ, ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദേശങ്ങൾ മനസ്സിലാക്കി അതിന്റെ പിന്നാലെ കൂടിയ ആളുകൾക്കുണ്ടാകുന്ന പരിതാപകരമായ നാളെ പരലോകത്ത് ലഭ്യമാകാനിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഖുർആൻ ഈ വരച്ചു കാണിക്കുന്നത്. പലപ്പോഴും മദ്ഹബിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ത്വരീഖത്തിന്റെ പേരിൽ ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് എന്റെ ഇമാമ് പറഞ്ഞത് അതാണ്, അല്ലെങ്കിൽ എന്റെ ഷെയ്ഖ് പറഞ്ഞത് അതാണ് എന്ന് പറഞ്ഞ് ജീവിതം ആ നിലക്ക് കൊണ്ടുപോയാൽ അവർ നാളെ പരലോകത്തുണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഖുർആൻ പറഞ്ഞത്. ഈ നേതാക്കളൊക്കെ കൈയൊഴിഞ്ഞു പോകും, ഈ അനുയായികളെ ശ്രദ്ധിക്കാനുണ്ടാവില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, പല രൂപത്തിൽ ആളുകൾക്കിടയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഖ് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഷെയ്ഖിന്റെ ഒരു മുരീദായാൽ മതി, ആ ഷെയ്ഖിന്റെ ഒരു അനുയായി ആയാൽ മതി, ആ ഷെയ്ഖിന്റെ കൂടെ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അനുയായികളെ കൂട്ടുന്ന ആൾക്കാരുണ്ട്. ഷെയ്ഖ് അത് പറഞ്ഞിട്ടില്ല, വഹീദ്ദീൻ ഷെയ്ഖ് ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ അനുയായി വൃന്ദങ്ങളെ ഉണ്ടാക്കിയിട്ട് ആ ഷെയ്ഖിനെ ബഹുമാനാദരപൂർവ്വം വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിതം നയിച്ച് നാളെ പരലോകത്തെത്തുമ്പോൾ അത്തരം പണ്ഡിതന്മാർ, ഷെയ്ഖുമാർ, അവരൊക്കെ ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ, ഈ നേതാക്കന്മാർ മുഴുവനും കൈയൊഴിഞ്ഞു പോവുകയാണ്, അനുയായികളെ ശ്രദ്ധിക്കാതെ പോവുകയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞ എന്താ, വറഅഉൽ അദാബ്, ഇവര് ജീവിച്ചത് മുഴുവനും വൃഥാവിലായല്ലോ, അവർ ചെയ്തതൊന്നും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലല്ലോ, എന്തൊക്കെ ഓത്തും പാട്ടും അതേപോലെ തന്നെ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ പ്രതിഫലമില്ലാത്തതായി പോയല്ലോ എന്നുള്ള നിലക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും നഷ്ടമായി അവർക്ക് തോന്നുകയാണ്. ഖുർആൻ എന്താ പറഞ്ഞു വെച്ചത്, വമാഹും ബിഖാരിജീന മിനന്നാർ, അവിടെ വെച്ചിട്ട് ഖേദിച്ചിട്ട്, അവിടെ വെച്ച് കൈകടിച്ചിട്ട്, അവിടെ വെച്ച് നേതാക്കന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും അവരെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും ഒഴിവാകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് സൂറത്തു അഹ്സാബിൽ മറ്റൊരു രൂപത്തിലാണ് ഈ ആയത്ത് പറയുന്നത്. വഖാലു, ഈ നരകശിക്ഷ അനുഭവിക്കാനിരിക്കും എന്ന് കാണുമ്പോൾ ആ ആളുകൾ പറയും, റബ്ബനാ ഇന്നനാ അതഅനാ സാദതനാ വകുബ്റാഅനാ, ഞങ്ങൾ ഞങ്ങളുടെ സാദാത്യങ്ങളെ അനുസരിച്ചു. സാദാത്ത് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, സയ്യിദിന്റെ ബഹുവചനമായി പറയുന്ന സാദത്ത്, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ഇങ്ങനെ അനുസരിച്ചു. വകുബ്റാഅനാ, ഞങ്ങളിൽപ്പെട്ട പ്രമാണിമാരെയും നേതാക്കന്മാരെയും ഒക്കെയാണ് ഞങ്ങൾ അനുസരിച്ചത്. അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും അവർക്ക് സേവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിതം നയിക്കുകയും ചെയ്തു. ഫഅളല്ലൂന സബീല, അവരിതാ ഞങ്ങളെ ഇപ്പൊ പിഴപ്പിച്ചിരിക്കുന്നു, ഞങ്ങളെ വഴി പിഴപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്,
പടച്ചവനെ ഇങ്ങനെയുള്ള ഈ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണമേ എന്ന് പറഞ്ഞ ആ നരകത്തിൽ വെച്ച് ആ നരകശിക്ഷ അനുഭവിക്കാനിരിക്കുന്ന ആളുകൾ ആ നരകശിക്ഷ കാണുമ്പോൾ ആ ആളുകൾ പടച്ചവനോട് ആവശ്യപ്പെടാണ്, എന്ത്? ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമേ ഞങ്ങളെ പഴപ്പിച്ച ഈ ആളുകൾക്ക്. വൽഅൻഹും ലഅനൻ കബീറ, വലിയ രൂപത്തിൽ പടച്ചവനെ നീ അവരെ ശപിക്കണമേ, അള്ളാഹുവേ നിന്റെ ശാപം അവരുടെ മേൽ ഉണ്ടാക്കണമേ എന്ന് പറയും എന്നാണ്. വേറൊരു ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ ലിക്കുല്ലിൻ ലൈഫുൻ, നിങ്ങൾ ബേജാറാവണ്ട, എല്ലാവർക്കും ഇരട്ടി ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു എല്ലാവർക്കും ഇരട്ടിയുണ്ട്, ശിക്ഷയിൽ നിന്ന് ആരും ഒഴിവല്ല എന്ന് പറഞ്ഞ് അതിന് മറുപടി പറയുമെന്നാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ നേതാക്കന്മാരുടെ പിന്നാലെ ബുദ്ധി ഉപയോഗിക്കാതെ, പടച്ചവൻ തന്നിട്ടുള്ള വിശേഷ ബുദ്ധിയും ചിന്താശേഷിയും ഉപയോഗിക്കാതെ ഇത് ഖുർആൻ അനുയോജ്യമാണോ എന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ എന്ന് ചിന്തിക്കാതെ ഇങ്ങനെ ചെയ്തു പോയ ആളുകൾ പിന്നീട് വിലപിക്കാൻ നരകത്തിൽ. യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല. ഖുർആൻ തന്നെ പറഞ്ഞു തരികയാണ് ആരെയാണ് അനുസരിക്കേണ്ടത്. ആ നരകത്തിലുള്ള ആളുകൾ വിലപിക്കുമെന്നാണ്. യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല, ഞങ്ങൾ അല്ലാഹനെ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് വിലപിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹിനെയും റസൂലിനെയും എന്ന് പറയുമ്പോൾ പലപ്പോഴും കളിയാക്കുക. ആളുകൾക്കിടയിൽ പലപ്പോഴും അങ്ങനെയുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആളുകൾക്ക് പരിഹാസ, നിങ്ങൾ അള്ളാഹിന്റെ ആൾക്കാരാ, റസൂലിന്റെ ആൾക്കാരാണ്, വേറെ ആരും വേണ്ടേന്നൊക്കെ നരകത്തിൽ വെച്ച് ആൾക്കാർ പറയുന്നത് ഇതാണ്. നരകക്കാർ ആയ ആളുകൾ യാ ലൈതന അതഅന അല്ലാഹ വ അതഅന റസൂല, ഞങ്ങൾ അള്ളാഹിനും റസൂലിനും അനുസരിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഞങ്ങൾക്കുണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുമെന്ന്. ഏതായാലും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് പ്രമാണം. ആ നിലക്ക് ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലം ലഭ്യമാകാൻ കാരണമായി തീരും. അല്ലാതിരുന്നാൽ ഇങ്ങനെ ഖേദത്തിന് അത് നിമിത്തമാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്. ഇത് ഒരു ഷെയ്ഖിനെയോ ഒരു മദ്ഹബിന്റെ ഇമാമിനെയോ അനുസരിക്കുന്നത് മാത്രമല്ല. ഇന്നിപ്പോ യൂട്യൂബ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന നേതാക്കന്മാരുണ്ട്. അവരും ഈ ഗണത്തിൽ പെടുമെന്ന് ആധുനിക മുഫസ്സിറുകൾ അതിന് വിശദീകരിക്കുന്നുണ്ട്. കാരണം അതിന്റെ പിന്നാലെ പോയിട്ട് എത്ര ആളുകളാണ് ഇസ്ലാമിൽ ഇല്ലാത്ത എത്രയോ ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത ഒരുപാട് ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും വേണ്ടി സമയം ചെലവഴിക്കുന്ന, പണം ചെലവഴിക്കുന്ന എത്ര ആളുകളുണ്ട്. ആരാത് പറഞ്ഞതെന്ന് വെച്ചാൽ ആ പ്രസംഗിക്കുന്ന ആ മൗലവി അല്ലെങ്കിൽ ആ മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ കൂടിയ ആളുകൾ. പല സെലിബ്രിറ്റികളും ഉണ്ട് അതേപോലെ തന്നെ യൂട്യൂബില്. അവരും ഇതേപോലെ നാളെ പരലോകത്ത് അള്ളാഹിന്റെ മുമ്പിൽ നിന്ന് അവരൊക്കെ കഴിച്ചിലാവും, ഒഴിവായി പോകും, ഞങ്ങൾ ഇവരുമായി യാതൊരു ബന്ധമില്ലാന്ന്. അങ്ങനെയാണ് ആണെങ്കിൽ അവരെ ഞങ്ങൾ അനുസരിച്ചത് വലിയ കുറ്റമായി എന്ന് അവിടെ വെച്ച് കേരിക്കുന്ന അവസ്ഥ വരും. ഖുർആൻ പറഞ്ഞ എന്താണ്? അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ലൗ അന്ന ലനാ കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം, കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം. അവർ ചെയ്തത് മുഴുവനും ഖേദമായി. ഇത് വേണ്ടിയുണ്ടായിരുന്നില്ല. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാത്തതല്ല. ഇവിടെ ഒരു പ്രവർത്തനം ചെയ്യാതെ, വിശ്വാസമില്ലാതെ, കർമ്മമില്ലാതെ പോയ ആൾക്കാരല്ല. ഒരുപാട് കർമ്മങ്ങളും ഒരുപാട് വിശ്വാസവും ഒക്കെ വെച്ച് പുലർത്തി പോയ ആൾക്കാർ ആ പ്രവർത്തനങ്ങൾ മുഴുവനും അവർക്ക് ഖേദമായി തോന്നുമെന്ന്. ആ നേതാവിനെ സ്നേഹിച്ചത്, ആ നേതാവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്ത സേവന പ്രവർത്തനങ്ങൾ, അയാൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിച്ചത്, അയാൾ പറയുന്നത് കേട്ടിട്ട് അയാളെ പിന്നാലെ കൂടിയത്, അതിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ചത്, അല്ലെങ്കിൽ അതിനുവേണ്ടി രക്തം വേണോ രക്തം എന്നൊക്കെ പറഞ്ഞ് അതിന് പിന്നാലെ കൂടിയത്, അങ്ങനെയൊക്കെ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ, അതേപോലെ തന്നെ മത നേതാക്കൾ ഉണ്ടാവും. അവരൊക്കെ ഈ ഇനത്തിൽപ്പെടും എന്ന് വിശദീകരിക്കപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഈ നിലയ്ക്ക് സെലിബ്രിറ്റികളാണെങ്കിലും സോഷ്യൽ മീഡിയ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും അതൊക്കെ ഇപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെയൊക്കെ ഒരു രൂപം വേറെ ഒന്നാണ്. ഇങ്ങനെ ചില സെലിബ്രിറ്റികളെ നോക്കിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ആകുന്നതെന്ന് വെച്ചാൽ എൻ്റെ താരം അങ്ങനെയാണ്, ആ താരത്തിനനുസരിച്ചാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നത്. അപ്പോൾ ആ ലൈഫ് സ്റ്റൈലും ആ വേഷവും ഒക്കെ അണിഞ്ഞ് അങ്ങനെ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ്. ഈ നേതാക്കൾ ആരും അവിടെ രക്ഷിക്കാനുണ്ടാവുകയില്ല എന്ന്. അവരെല്ലാവരും കൈ ഒഴിഞ്ഞു പോകും എന്ന് മാത്രമല്ല, ഇതേപോലെ തന്നെ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു സംഭവമാണ്.
ഈ വലിയ സമൂഹത്തിന്റെ നേതൃത്വം ഒരു നേതാവ് ഷെയ്ഖ് എന്ന് പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാകാറുണ്ട് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലൊക്കെ. പലപ്പോഴും ആ ഗ്രൂപ്പിലെ ആ ഒരു പിയർ ടീം, അതിലെ നേതാവ് അവൻ പറഞ്ഞത് എന്താണോ അതനുസരിക്കുകയും അതിനനുസരിച്ച് ജീവിതം കൊണ്ടുപോകാതിരുന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി തീരും, എൻ്റെ ആ കൂട്ടുകെട്ടിൽ, എൻ്റെ ആ സൗഹൃദ വലയത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച് പലപ്പോഴും കുട്ടികളൊക്കെ അങ്ങനെ പെട്ടു പോകാറുള്ളത്. അപ്പൊ ആ ഒരു നേതൃത്വത്തിന്റെ കൂടെ, ആ ഒരു ലീഡറുടെ കൂടെ അങ്ങനെ പോയിട്ട് ജീവിതത്തിൽ എന്തൊക്കെയോ വേണ്ടാത്ത എല്ലാറ്റിനും വിധേയമായി കൊടുക്കുക. കാരണം എന്താ വിചാരിക്കുന്നത്, ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ വേറെ നിന്നാൽ എന്നെ അവർ കളിയാക്കും, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഇടയിൽ ഏറ്റവും മോശക്കാരനായി മാറും, ഞാനൊരു പഴഞ്ചനാവും എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും ആ കൂട്ടുകെട്ടിന്റെ കൂടെ കൂടുന്ന അവസ്ഥ. വിശുദ്ധ ഖുർആൻ ആ അവസ്ഥയെയും എടുത്തു പറയുന്നുണ്ട്. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. പരലോകത്ത് വന്നിട്ട് പറയുന്നതാണ്, യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഞാൻ ഇന്ന കൂട്ടുകാരനെ, ആ ചങ്ങാതിയെ, അവനെ ഞാൻ ഫ്രണ്ടായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, അവനെന്റെ ഏറ്റവും ചങ്കായി മാറിയല്ലോ, അതാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത്, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് വിലപിക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഖുർആൻ നേരത്തെ എടുത്ത് പറയാം. ഇങ്ങനെ സമൂഹത്തിൽ പല രൂപത്തിലുള്ള സ്വാധീനവും ചെലുത്തിയിട്ട്, അപ്പൊ അതേപോലെ തന്നെ പലപ്പോഴും ഈ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന പ്രമാണിമാരായ ആളുകൾ, അവർക്ക് കീഴൊതുങ്ങി ജീവിക്കേണ്ടി വരുന്ന അനുയായികൾ, ഖുർആൻ അത് മുസ്തക്ബിർ, മുസ്തലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആയത്തിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അവരുടെ ആധിപത്യം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാധീനം കൊണ്ട്, സമൂഹത്തിലുള്ള അവരുടെ മേന്മ നിമിത്തം അവർ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ എങ്ങനെ എന്ന് വിചാരിച്ച് കൂടെ കൂടുന്ന അനുയായികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചിട്ട് അവരെ പിന്തുടരുക, തരക്കേടില്ലാത്ത ആൾക്കാരാണ് എന്ന് വിചാരിച്ച്. അപ്പൊ സ്വന്തം ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ പടയം വെച്ച് ഇവരുടെ പിന്നാലെ കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്തെത്തുമ്പോൾ ഇവർ പറയുമെന്നാ. ഇവിടെ ഇസ്തുലഇഫു എന്ന് പറഞ്ഞാൽ ദുർബലർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ എന്നോ അല്ലെങ്കിൽ ബുദ്ധിയും ചിന്തയും ഇല്ലാത്തവർ എന്നല്ല. അത് വേണ്ടത്ര ഈ ദുന്യാവിൽ ഉപയോഗിക്കാത്തവർ, ചിന്ത ഉപയോഗിക്കാതെ, അതേപോലെ തന്നെ വേണ്ടത്ര വിശേഷ ബുദ്ധി ഉപയോഗിക്കാതെ ഇവരെന്താണോ അവരുടെ പിന്നാലെ അങ്ങനെ പോയ ആളുകൾ, ലില്ലദീന ഇസ്തക്ബറു, ഈ പ്രമാണിമാരായ ആൾക്കാരോട് പറയും, ലൗലാ അൻതും ലകുന്നാ മുഅ്മിനീൻ, നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വാസികളായി തീരുമായിരുന്നു, നിങ്ങളെ പിന്നാലെ കൂടിയത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പരലോകത്ത് ഈ കോലത്തിലായത് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് വിലപിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി വിശുദ്ധ ഖുർആൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഏത് രൂപത്തിലുള്ളതാണെങ്കിലും ശരി, ഈ നിലക്ക് നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ളത് ഖുർആനും സുന്നത്തിനും അനുയോജ്യമാണോ? അത് ആര് പറയുന്നു? ആ നേതൃത്വത്തെ അനുസരിക്കാനും അതല്ലാത്തതിനെയൊക്കെ തള്ളിക്കളയാനും തയ്യാറാകുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ ഖുർആന്റെ ആയത്തുകളൊക്കെ എടുത്തു നോക്കിയാൽ അതിന്റെ മൊത്തം ഒരു സന്ദേശം എന്നുള്ള നിലക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തമായ വിശേഷ ബുദ്ധി കൃത്യമായ രൂപത്തിൽ ഉപയോഗിക്കുക, ഓരോരുത്തരും കൃത്യമായ രൂപത്തിൽ ഉപയോഗിക്കുക. ഞാൻ ആരെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായ അറിവുണ്ടാകുക. അയാൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആളാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. കാരണം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മളാരും ഒരു കൂട്ടമായാണ് സ്വർഗത്തിലേക്ക് കടക്കല്ല. പടച്ചോൻ പറയുന്നത് എന്താണെന്നറിയോ? വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങളിതാ ഒറ്റക്കൊറ്റക്കാണല്ലോ വന്നിട്ടുള്ളത് എന്ന്. ഓരോരുത്തരും ഒറ്റക്ക് അവരവരുടെ കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണ നേരിടേണ്ടവരാണ് എന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. റബ്ബിന്റെ വിധിവിലക്കുകൾ പരമാവധി ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരലോകത്ത് അള്ളാഹു പറയുന്നത് വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ആരും മറ്റൊരാളുടെ ഭാരം പേറൂലാണ്. സ്വന്തക്കാർ പോലും നമ്മളെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് പരലോകത്തുള്ളത് എന്ന് പറയുന്നുണ്ടല്ലോ. ലികുല്ലി ഇംരിഇൻ മിൻഹും
യൗമ ഇതിൻ ശഅ്നു യുഗ്നി. ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ തന്നെ എത്രയോ അവര് ആ കാര്യത്തിൽ മുഴുകിയവരാണ്. വാപ്പ മകനെ ശ്രദ്ധിക്കാത്ത, ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കാത്ത, പരസ്പരം യാതൊരു ബന്ധങ്ങൾക്കും ഒരു ശ്രദ്ധയും കൊടുക്കാത്ത രൂപത്തിലുള്ള ഒരു അവസ്ഥയാണ് നാളെ പരലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ ഭാരം വഹിക്കുകയില്ല. സ്വന്തം ഓരോരുത്തരുടെ കർമ്മം പടച്ചവൻ വിചാരണ ചെയ്യലും അവരവരുടെ ബുദ്ധി എന്തിനു വേണ്ടി ചെലവഴിച്ചു, അവരവരുടെ ചിന്ത ഈ രംഗത്ത് എങ്ങനെ നീ ഉപയോഗിച്ചു എന്നതായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മകളോട് വിളിച്ചു പറഞ്ഞത്, യാ ഫാത്തിമ ബിന്തു മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ തിരുമേനിയുടെ മകൾ ഫാത്തിമ, അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിച്ചോന്ന്. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ കരളിന്റെ കരളേ എന്ന് വിളിച്ചിരുന്ന മകളോട് പറയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നീ തന്നെ അതിനുള്ള വഴി കണ്ടെത്തിക്കോന്ന്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നീ ലാ അംലികു ലക്കി മിനല്ലാഹി ശൈആ, അള്ളാന്റെ അടുക്കൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ രക്ഷപ്പെടുത്താൻ മോളെ എന്നെ കൊണ്ട് സാധ്യമല്ല, അത് ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല. വൈറ അന്നലക്കും റഹ്മൻ സഅബുല്ലുഹാ ബിബലാലിഹാ, നമ്മൾ തമ്മിലുള്ള ആ ബന്ധം, രക്തബന്ധം, ആ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ദുന്യാവിൽ വെച്ച് ഞാൻ ചെയ്യാം. അതല്ലാതെ നാളെ പരലോകത്ത് ഈ വാപ്പാനെ കൊണ്ട് മോളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധ്യമല്ല കേട്ടോ എന്ന് സ്വന്തം മോളോട് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അവരവരുടെ കർമ്മങ്ങളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ആ നിലക്ക് വിചാരണ നേരിടുകയും ചെയ്യുമെന്ന കൃത്യമായ ബോധ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കുടുംബത്തെയും വിളിച്ചു പറഞ്ഞ കൂട്ടത്തിൽ സ്വന്തം മകളുടെയും മനസ്സിലിട്ട് കൊടുക്കുക. ഈ ശ്രദ്ധയും ചിന്തയും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ മാസം ആദ്യത്തിൽ, ആഗസ്റ്റ് മാസം ആദ്യത്തിൽ നമ്മളെ സംസ്ഥാനത്തുണ്ടായ പ്രളയവും അതേപോലെ തന്നെ മഴക്കെടുതിയുമൊക്കെ ഒരുപാട് ആളുകളെ അത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അത് തീവ്രമായ മഴയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അത് ബാധിച്ചിട്ടില്ലെങ്കിൽ തന്നെ തെക്കൻ ഭാഗത്തൊക്കെ, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം, ആ ഈരാറ്റുപേട്ട നമ്മുടെ സംഘടനാ സംവിധാനവും പള്ളിയും മഹല്ലും ഒക്കെ ഉണ്ട്. ആ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ 2018 പ്രളയകാലം ഉണ്ടായപ്പോൾ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് പരമാവധി അതിൻ്റെ അത്തരം ആളുകൾക്ക്, ഈ ദുരിതം ബാധിച്ച ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അവർ. ഇപ്പോൾ ഈ ഈരാറ്റുപേട്ട അടങ്ങുന്ന, ടൗൺ അടങ്ങുന്ന ആ പ്രദേശമൊക്കെ ഈ ആഗസ്റ്റ് മാസത്തിൽ നേരത്തെ ഉണ്ടായ പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വളണ്ടിയർമാരും അതേപോലെ തന്നെ പ്രവർത്തകരൊക്കെ അവിടെ ചെന്ന് ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും അവരുടെ വീടുകളൊക്കെ, താമസിക്കാൻ പറ്റുന്ന വീടുകളൊക്കെ അതിനു വേണ്ടി ശരിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും അവര് ഒരുപാട് കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ കടകൾ, ചിലരുടെയൊക്കെ വീടുകൾ, വീട്ടിലെ ഉപകരണങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ട് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസം അനുഭവിക്കണം. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി സംഘടനാ തലത്തിൽ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി സഹായ സഹകരണം ചെയ്ത് ആ സഹോദരന്മാരെ, സഹോദരിമാരെ അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ആ ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. അപ്പൊ നമ്മൾ ആ ആൾക്കാരെ കാണുന്നില്ല, ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു കൊടുക്കലുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, അത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള, നമ്മുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളതാവും. കാരണം ഒരാളെ കണ്ടു കൊടുക്കുമ്പോഴാണ് അവിടെ റിയാ ഉണ്ടാകുന്നത്, ലോകമാന്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ, നിങ്ങളടുത്ത് നിന്ന് എന്തെങ്കിലും തിരിച്ചു കിട്ടണമെന്നോ അല്ലെങ്കിൽ ഒരു നന്ദി പറയണമെന്നോ ഒന്നുമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ രൂപത്തിൽ അള്ളാഹിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം സഹായ സഹകരണങ്ങൾ, ചെറിയതല്ല, അതിനപ്പുറം നമുക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ പരമാവധി ചെയ്യുകയും, ഇനി നമ്മളതിന് നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് അതിനുള്ള ഒരു പ്രേരണ നൽകിയിട്ടെങ്കിലും ഇവിടുത്തെ ബന്ധപ്പെട്ടവർക്ക് ആ സഹായം എത്തിച്ചു കൊടുത്തിട്ട് ഈ
പ്രദേശത്തുള്ള പ്രവർത്തകരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാകണം എന്ന് പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഇത് ഇരട്ടിയായി അപ്പുറമായി 700-ഉം അതിലപ്പുറവുമായി അതിൻ്റെ പ്രതിഫലം ലഭ്യമാകും എന്ന് പറഞ്ഞത് നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ നിലക്ക് അള്ളാഹു ഏറ്റവും വലിയ പ്രതിഫലത്തിന് അർഹമാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിൽ തന്നെ ഇതിൽ പരമാവധി എല്ലാവരും സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ആവശ്യപ്പെടുകയാണ്. ഇത്തരം കർമ്മങ്ങൾ അള്ളാഹു നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങളും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഒക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം മൂലം പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും നമുക്ക് മുമ്പേ വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.